സുഖമാണോ? പിന്നെ ഇന്ന് ഞങ്ങളിവിടെ ദുബായിൽ ലോങ് വീക്കെൻഡ് സ്റ്റാർട്ടായി. ഈദൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഡെസേർട്ട് ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ബ്രദറും ഫാമിലിയും ഉണ്ട്. അവരെ വണ്ടിയിലാണ് FJ. ഞങ്ങൾക്ക് അവരെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വണ്ടിയോടെ ഇട്ടിട്ട് അതിൽ കയറും. ഞാൻ 3 തവണ ദുബായിൽ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഡെസേർട്ട് സഫാരി. അപ്പം അതിൻ്റെ ത്രില്ലൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വെച്ച കോസ്റ്റ്യൂമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിടാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വെയിറ്റ് കൂടുന്ന കാരണം ഞാൻ കാർഗോസ് എടുത്തിട്ടതാണ്. അതിൻ്റെ വെയിറ്റ് കുറഞ്ഞോളെന്ന് വിചാരിച്ചിട്ട്. ഇതത്ര കനയില്ല. ഞാൻ കുറേ മുന്നേ മേടിച്ച ഡ്രസ്സാണ് മാക്സിമം. പക്ഷെ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇടുന്നത്. കംഫർട്ടാണ്. ഇപ്പോൾ സമയം 3:30 ആവാറായി. നമുക്ക് 5 മണിക്കാവും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്ത് നോക്കിയിട്ട് 47 ഡിഗ്രി വരും. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ എന്ത് ചൂടാണെന്നുള്ളത്. ഞാൻ നാട്ടിൽ ഭയങ്കര ചൂടത്ത് അവിടെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സൊക്കെ റെഡി മിനിമം ക്ലാസ് ഇതൊക്കെ ഞാൻ ഇടും കേട്ടോ. അമ്മ പോണെന്നാണ് എൻ്റെ ബ്രദർ. കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിലേക്ക് കയറണം. അവരെ ചേച്ചി വരുന്നില്ല, എൻ്റെ വൈഫ് വരുന്നില്ല. അപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമുക്ക് നല്ല പോവാം. നമ്മൾ ഗിസേസിലെത്തിയിട്ടോ. ഗിസേസിലാണ് എൻ്റെ ബ്രദറിൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ ഇനിയിപ്പം അവിടെ നിന്ന് നമുക്ക് അതിലേക്ക് കയറാം. ഞാൻ ഇനി വോയിസ് ഓവർ കൊടുത്തു. ഞാൻ എല്ലാവരും മുന്നിലും ഇനി സംസാരിക്കില്ല. ഞാൻ എൻ്റെ വോയിസ് ഓവർ ചെയ്യാം. ഓക്കെ, അപ്പം അപ്പോൾ ഇതാട്ടോ എൻ്റെ ഏട്ടൻ്റെ ചെറിയ ആളാണ് അൻവിക. അൻവിക ഹായ് പറയൂ. ഹായ്. അർവിൻ ഇതാണ് മൂത്ത ആൾ. ഹായ്. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഡെസേർട്ടൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അത് ഏട്ടൻ ഒരു ഒട്ടകത്തിനെ കണ്ടിട്ട് കാണിച്ചു തരികയാണ്, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രദർ എല്ലാ വീക്കെൻഡ്സിലും ഇങ്ങനെ പോകുന്നതാണ്. അപ്പം എല്ലാ പ്രാവശ്യവും ഫ്രഷ് ആവാൻ കയറുന്നൊരു ഷോപ്പുണ്ട്, സ്ഥിരം പ്ലേസ്. അവിടെ തന്നെ കയറി ഫ്രഷായി കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി. ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ ഡെസേർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കളയണം, എന്നിട്ട് കൊടി വെക്കണം, ഫ്ലാഗ് വെച്ച് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയോ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അറിയില്ല. അപ്പൊ എന്റെ ബ്രദർ ഇതിന്റെ കുറിച്ച് താല്പര്യമൊക്കെ കൂടുതലുള്ളതാണ്. അപ്പം അവരത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാരും FJ ആണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാരും FJ. ഒരെണ്ണം ബ്ലാക്ക്, ഒരെണ്ണം വൈറ്റ്. ഓക്കെ, അപ്പോൾ അത് അർവിൻ പറഞ്ഞ പോലെ ഡെസേർട്ട് കയറുന്നതിനെ കുറിച്ച് മുന്നേ നമ്മൾ നിർത്തി ഇതൊക്കെ നോക്കി ശരിയാക്കണം. കാറ്റൊക്കെ എത്രയോ ആക്കി വെക്കണം ടയറിൻ്റെ. അപ്പം അതൊക്കെ ചെയ്യുകയാണ് ഏട്ടൻ. കുറേ ഇങ്ങനത്തെ FJ ക്രൂയിസർ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ടീമിൽ FJ ക്രൂയിസർ മാത്രമായിരുന്നു. പിന്നെ ഡെസേർട്ടിൽ അങ്ങനെ സഫാരി ആയിട്ട് പോകുന്നുണ്ട്, അതായത് ടൂറിസ്റ്റുകൾക്ക് പാക്കേജായിട്ട് പോകുന്ന, അത് നിസാൻ പെട്രോളും അതുപോലെ ലാൻഡ് ക്രൂയിസറൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മളെ ടീമിൽ FJ ആയിരുന്നു. അങ്ങനെ അതെല്ലാം വണ്ടിയും അതൊക്കെ എന്താണ് ശരിയാക്കിയത്. പിന്നെ ഈ ഫ്ലാഗ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു സാൻഡ് ഡ്യൂൺസിൻ്റെ താഴെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഫ്ലാഗ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി എവിടെ നിൽക്കുന്നതെന്നൊക്കെ പെട്ടെന്ന് ദൂരത്തു നിന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് സ്പീഡ് ചെന്നിട്ട് വണ്ടി അങ്ങനെ ചാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലാഗ്. അപ്പോൾ ഇതാ ഞങ്ങൾ മെല്ലെ ഡെസേർട്ട് കയറി. അപ്പം
ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ത്രില്ലായിരുന്നു എന്താ ഉണ്ടാവുക എന്നൊക്കെ. പിന്നെ ആടുജീവിതം കണ്ടതിന് ശേഷം പോകുന്നതാണ്. അപ്പം ഈ ഡെസേർട്ട് കാണുമ്പോൾ പൃഥ്വിരാജിനെയും പിന്നെ ആ ശരിക്കുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു മനുഷ്യനൊക്കെയാണ് ഓർമ്മ വന്നത്. കാരണം കംപ്ലീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കല്ലേ. അപ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെ അവിടെ പെട്ട. അതെ, ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഞങ്ങളൊരു സ്റ്റെക്കായിപ്പോയി. അപ്പോൾ ഇതാണ് ആർക്കും പറഞ്ഞ സ്റ്റെക്കായ FJ. അവൻ പറഞ്ഞേക്കാൾ കുറച്ച് പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ റിക്കവറിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ 2-3 തവണ കുടുങ്ങി ഒക്കെ റിക്കവറി ആയി വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇപ്പം മുന്നിൽ പോയ വൈറ്റ് FJ ആളാണ് നമുക്ക് ട്രെയിനൊക്കെ തരുന്ന ആൾ. അപ്പം ഏട്ടൻ ഇത് 14th ഡ്രൈവാന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം ഇപ്പോൾ ഏട്ടൻ എക്സ്പീരിയൻസ്ഡ് ആയി. അപ്പം ഈ ഒരു സാൻഡിൽ ഓടിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് വേണം. അതിൻ്റെ ഗ്രാവിറ്റിയും പിന്നെ ഗിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മളിതാ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, കുറേ ഡ്രൈവൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ രാത്രി ആവുന്നതൊന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ത്രില്ലടിച്ച് നിൽക്കുകയാണ്. ദീപക് ഇതാ എന്തോ ഫോണിൽ നോക്കി നടന്നു വരുന്നുണ്ട്. പിന്നെ നമ്മളെ സൂര്യചേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ അറിയുന്നില്ല. പെട്ടെന്ന് ഇരുട്ടായി പോയി ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ തിരിച്ചെത്താന്നുള്ളതിൽ ഓടിപ്പാഞ്ഞ് വരികയാണ്. അങ്ങനെ ആ ഒരു പുറത്തെത്തേണ്ട ധൃതിയിൽ സ്റ്റെക്ക് ആവുക ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് റിക്കവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പുറത്ത് ഒരു ലൈറ്റൊക്കെ കണ്ടു. അപ്പോൾ ആ ട്രാക്ക് പിടിച്ച് നമ്മൾ എങ്ങനെയൊക്കെയോ പുറത്തെത്തി. എന്തായാലും എല്ലാവരും ഒന്ന് ചെറുതായിട്ടെങ്കിലും പേടിച്ചു. കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു, മറ്റേ FJയിലും കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് റിസ്ക് ആയിപ്പോയി. പുറത്തെത്തി കഴിഞ്ഞപ്പം ഇവരെല്ലാ പ്രാവശ്യം നിർത്തുന്ന പോലെ സാൻഡെല്ലാം കളയാനും പിന്നെ കാറ്റൊക്കെ തിരിച്ച് ഇതാക്കാനൊക്കെ ഒരു സ്ഥലത്ത് നിർത്തി. പിന്നീട് ഞങ്ങൾ ഏട്ടൻ്റെ ഫ്ലാറ്റിലോട്ടാണ് കേട്ടോ നേരെ പോയത്. അവിടെ ചേച്ചി ഫുഡെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം അടിച്ച് ഇവരൊക്കെ ആയിട്ട് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞു. അൻവീൻ്റെ ഇഷ്ടപ്പെട്ട മൂവി കേട്ടോ പ്രേമലു. അവൾ അത് കണ്ടിട്ട് അവൾ അതിൻ്റെ ഒരു എഡിക്റ്റ് ആയിട്ടുള്ള ആളാണ്. ആർവിനാണെങ്കിൽ ആവേശം. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം എനിക്ക് പറഞ്ഞു തരാണ്. അതിനുശേഷം പിന്നെ ഞാനും ദീപക്കും നേരെ ജുമൈറയിൽ ബീച്ചിലോട്ടാട്ടോ പോയത്. വീട്ടിൽ പോയില്ല. പിന്നെ ജുമൈറയിൽ പോയി കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്സൊന്നും ഞാൻ എടുത്തില്ല, കാരണം നൈറ്റ് ആയതുകൊണ്ട് ക്ലാരിറ്റി എല്ലാം കുറവായിരുന്നു. ഞാൻ വേറൊരു ദിവസം ജുമേറ പോകുമ്പോൾ ഞാൻ അതൊരു ഷൂട്ട് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെസേർട്ട് വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വ്ളോഗ് വരുന്നതായിരിക്കും വരെ. ബൈ ബൈ.